ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലായോ? മാറ്റാൻ നടക്കുന്നു. പതിനോട് വന്നാൽ മതി. എന്താ സാറേ? ഒന്നുമില്ല, ഇതുവഴി വേറെ തന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ, എന്തോ ഉണ്ട്. ഈ കാണുന്ന തന്നെ ഏട്ടാ പരിപാടി. ഇച്ചിരി കാട്ടുകയും തപ്പുമായിരുന്നു സാറേ, മരുന്നിന് വേണ്ടിയാ. എന്നതാ അവിടെ അടുപ്പം പോയൊക്കെ നിങ്ങളുടെ ആണോ? ആ സാറേ, എൻ്റെ. ചേട്ടനി വാ നോക്കട്ടെ. വാ വാ. സാറേ അതിനകത്ത് നോക്കാനൊന്നുമില്ല. ആ അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ വാ. അയാളെ വിട്ടേ. എന്താ സാറേ കാര്യം? ചേട്ടാ, ഇവിടെ മാറ്റുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാ. എന്നാ സാറേ അതിനകത്ത്? ഇത് കപ്പയാടോ. ആഹാ, ചിട്ട കപ്പയൊക്കെ ഇട്ടാണോ മാറ്റ്? പുതിയ പരിപാടിയാണല്ലോ സാറേ. രാഷ്ട്രപതി പൊന്നാട എണീറ്റ് ഈ തോളിലാ സാറിപ്പോൾ കുത്തിപ്പിടിച്ചത്. അതെ, മാറ്റിയതിനല്ല, മികച്ച അധ്യാപനമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമായിരുന്നു പിള്ളേരെ പഠിപ്പിച്ചതിന്. ഒരു അനോണിമസ് കോളായിരുന്നു. നേരാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. പോലീസായി പോയില്ലേ. ക്ഷമിക്കും സാറേ. കുഴപ്പമില്ല സാറേ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, അതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എന്നാ സാറേ ഈ സെറ്റപ്പ്? വീട്ടിലെന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? വീട്ടിലെന്താ സാറേ പ്രശ്നം? ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും, കുറച്ച് പാചകമൊക്കെ ആയിട്ട് മനസ്സിനൊരു സുഖം, അത്രേ ഉള്ളൂ സാറേ. ഒന്നും മനസ്സിലാക്കണ്ട ചേട്ടാ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. സാറേ ഏതായാലും വന്നതല്ലയോ, ഊണിൻ്റെ സമയമായല്ലോ, ഒരു കഷ്ണം കപ്പ കഴിച്ചിട്ട് പോവാം. ഒരു അടിക്കാം സാറേ. തൊട്ടുകൂട്ടാൻ വല്ലതും ഉണ്ടോ ചേട്ടാ? ഇന്നല്ലേ മുളക് ചമ്മന്തി ഉണ്ടാക്കാം സാറേ. ആ എന്നാ പൊളിക്കും. സാറുമാരെ, ഇതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇങ്ങനെയാണ് കേസന്വേഷണം, തീറ്റയും കൂടിയായിട്ട്. നീ വന്നേ, ഇറങ്ങി വാ. കോടല്ലേ ഓടിയാൽ ഇടും. നീ എന്നാ പറഞ്ഞേ? ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണോ? അല്ല കിടു പടവാ, ഞാൻ കണ്ടു, നീ പോയി കണ്ടോ? ഹലോ, 2 കഷ്ണം കപ്പ ഇവനും കൊടുത്തേക്കോ. ഒരു പൊക്കിയെടുത്ത ജീപ്പിലോട്ടിട്, ബാക്കി സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. സാറേ അതിന് പിന്നെ ഇത് ഞാൻ ബാറ്റാന്ന് ഓർത്തോണ്ടാണ് ഞാൻ സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനറിഞ്ഞ കപ്പ പാട്ട് വന്നു.